ഗോഡ്സെയെ പ്രകീർത്തിച്ച് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ട കോഴിക്കോട് NIT പ്രൊഫസർ ഷൈജ ആണ്ടവന് ജാമ്യം. കുന്ദമംഗലം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സിനോജ് തോമസ് ഉണ്ട്. സിനോജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ബെനിൽ, ഇന്ന് രാവിലെയാണ് ജാമ്യാപേക്ഷ ഷൈജ ആണ്ടവൻ കുന്ദമംഗലം കോടതിയിൽ നൽകിയത്. തുടർന്ന് കോടതി പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പോലീസിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഉച്ചയ്ക്ക് ശേഷം ഷൈജ ആണ്ടവന് കുന്ദമംഗലം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷൈജ ആണ്ടവൻ കുന്ദമംഗലം പോലീസിൽ നേരിട്ട് ഹാജരായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഷൈജ ആണ്ടവനെ ചോദ്യം ചെയ്തിരുന്നു. ഷൈജ ആണ്ടവന്റെ മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ഫേസ്ബുക്കിൽ ഷൈജ ആണ്ടവൻ കമന്റ് ഇട്ടത്. ഇന്ത്യ രക്ഷിച്ചതിൽ ഗോഡ്സെയിൽ അഭിമാനിക്കുന്നുവെന്നായിരുന്നു വിവാദ കമന്റ്. ആ മൊബൈൽ ഫോൺ സൈബർ സെൽ സഹായത്തോടുകൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് കരുതിയാണ് ഷൈജ ആണ്ടവൻ കോടതിയെ സമീപിക്കുകയും ഇപ്പോൾ ജാമ്യം നേടുകയും ചെയ്തിരിക്കുന്നത്. ഷൈജ ആണ്ടവനെതിരെ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധമായി രംഗത്ത് വന്നിരുന്നു. വിദ്യാർത്ഥി യുവജന സംഘടനകളാണ് പോലീസിൽ പരാതി നൽകിയത്. അതിനെ തുടർന്നാണ് കുന്ദമംഗലം പോലീസ് ഷൈജ ആണ്ടവനെതിരെ കേസെടുക്കുകയും വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഷൈജ ആണ്ടവൻ ഈ കോടതിയെ സമീപിച്ച് ജാമ്യം നേടിയിരിക്കുന്നത്. പോലീസ് ഏതായാലും അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഫേസ്ബുക്ക് അധികൃതരോട് രേഖാമൂലം വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ആ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ കേസിന്റെ തുടർ നടപടി പോലീസിന് സ്വീകരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇതിനിടയിൽ NIT അധികൃതരും ഷൈജ ആണ്ടവന് എതിരെയുള്ള അന്വേഷണം തുടരുകയാണ്. ബിനിൽ. ഓക്കെ, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.